ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് തണ്ണിമത്തൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നാലാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പാർട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ പീസസ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ പീസുകളായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വത്തക്ക മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഏലക്കായോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ട കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 2 ചെറിയ പീസ് പട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ടേസ്റ്റ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതും കൂടി വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാല് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തണ്ണിമത്തനിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ തണ്ണിമത്തൻ്റെ ടേസ്റ്റ് ആ പാലിലോട്ട് വരുള്ളൂ. അപ്പം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേറെ സുഖം നമുക്ക് നേരത്തെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ ബൗളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് നേരം പുറത്ത് വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. തണ്ണിമത്തൻ നമ്മൾ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ ആ ഒരു തണ്ണിമത്തിന് ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ തണ്ണിമത്തൻ കൂടുതൽ നേരം വെക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി മാറ്റി കാണാം. താങ്ക് യു.